ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ ഇന്തോനേഷ്യയിൽ നടത്തിയ സോളോ ട്രിപ്പിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-ാമത്തെ ദിവസം രാവിലെ എൻ്റെ യാത്ര തുടങ്ങി. 8 മണിക്ക് തന്നെ എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സാരഥി എത്തി. റോഡൊക്കെ വളരെ വിജനമായിട്ട് നിൽക്കുന്നത്, ജാമായി തുടങ്ങിയില്ല. ഓഫീസ് ടൈമൊക്കെ ആരംഭിക്കുന്നല്ലേ ഉള്ളൂ. ഏതായാലും ഇന്ന് സ്വല്പം ദൂരെ പോവുകയും കുറേ നല്ല കാഴ്ചകളും റെക്കോർഡ് ചെയ്യാനുള്ള ആഗ്രഹവും പ്ലാനും ഉണ്ട്. 2 വീലറിൻ്റെ കയ്യാങ്കളിയാണ് ഇവിടെ. 2 വീലറാണ് ഇവിടുത്തെ മെയിൻ ഒരു യാത്രാ മാധ്യമം. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. ഇന്നലത്തെ ഒരു ഒരെണ്ണം മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒരു 95% ഇത് തന്നെ 2 വീലേഴ്സിൽ. അതിപ്പോൾ രാവിലെ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനേക്കാൾ നല്ല ബിസിയാവും. 8:15 കഴിഞ്ഞതല്ലേ ഉള്ളൂ. രാവിലെ ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് ഒരു റിസോർട്ട് ഏരിയയിലാണ്. നിസ്വാഡ്വ എന്നാണ് ആ ഏരിയയുടെ സ്ഥലപ്പേര്. പിന്നെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഡിന്നർ കിട്ടിയത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ വേണം, എനിക്ക് ലോക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞതനുസരിച്ച് ഒരു ലോക്കലിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. അവിടെ നിന്നും എനിക്ക് കിട്ടിയത് ചോറാണ്. ചോറ് കിട്ടിയപ്പോൾ സമാധാനമായിട്ട് തോന്നി. മറ്റ് നാട്ടിലെ പോലെ പക്ഷെ പച്ചരിച്ചോറായിരുന്നു. പച്ചരിച്ചോറും അതിൻ്റെ കൂടെ തന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു. വലിയ ഏതോ മീനായിരുന്നു. മീൻ ഏതാണെന്ന് നമുക്കറിയില്ല, കാരണം ഒരു കഷ്ണം മാത്രമല്ലേ കിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ പേരൊന്നും തിരക്കുകയാണെന്നൊരു കാര്യമുണ്ടല്ലോ. പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ നാട്ടിലെ നമ്മുടെ ചൂരയും നെന്മീനൊക്കെ പോലെ ഇരിക്കുന്നു. അതും പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു ഐറ്റം മുട്ട കൊണ്ടുണ്ടാക്കിയ മറ്റൊരു ഐറ്റവും. എന്തായാലും ഇദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നട്ടം തിരിഞ്ഞു പോയതിന്. ഇവിടുത്തെ ലോക്കലാണ് നമ്മുടെ സാരഥി. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്, നമുക്ക് ഗൈഡായിട്ട് നിൽക്കുന്നത്. അത് കാരണം ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. സ്വാദ്വ ബീച്ചിലേക്ക് നമ്മൾ റിസോർട്ട് ഏരിയയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി, ഇതിൻ്റെ ബൗണ്ടറിയിലേക്ക് കയറി നമ്മൾ. ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. വിദേശികളായ നയതന്ത്ര പ്രതിനിധികളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. യാത്രാമധ്യേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ. ഒരു ബീച്ചിലേക്ക് നമ്മൾ പോവാണ്. എൻ്റെ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ഉണ്ട്. നമ്മളതൊന്നും തന്നെ എടുക്കുന്നില്ല, പിക്ചറൈസ് മാത്രം. ഇത് ഈ ബീച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നതാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതുപോലെ വാട്ടർ സ്പോർട്സ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പാണ് ഇവിടെ. ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ, ഏറ്റവും രാവിലെ ഞങ്ങളെത്തി. 9 മണി കഴിഞ്ഞതേ ഉള്ളൂ, 9:30 അടുക്കുന്നതേ ഉള്ളൂ. അത് കാരണം ഈ വിനോദസഞ്ചാരികളൊക്കെ വരാനും ഈ ഇതിനകത്തൊക്കെ ആക്ടിവേഷൻ ആകാനും ഒക്കെ കുറച്ച് താമസം ഉണ്ടാകും. വളരെ നീണ്ടു കിടക്കുന്നതും നല്ല കാറ്റ് കിട്ടുന്നതുമായ ഇതുപോലുള്ള ബീച്ചുകളിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമുള്ള അത്രയും ജലപരിവേഷണം ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായി ഇതുപോലുള്ള ഒരു ബീച്ചിൽ വരുന്ന ഒരാളായാലും സാഹസികമായ വാട്ടർ സ്പോർട്സുകളിൽ വിദഗ്ധനായാലും ഈ ബീച്ചിൽ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടാനുസരണമുള്ള ഏതെങ്കിലുമൊക്കെ നല്ല നല്ല സ്പോർട്സുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ ആഴക്കുറവുള്ള ഈ കടൽ തീരങ്ങളിൽ അല്ലെങ്കിൽ ഈ ബീച്ചിൽ സന്ദർശകർക്ക് ഏറ്റവും ആനന്ദകരമായി ആസ്വദിക്കാൻ പറ്റിയ, അതായത് ഈ ഭൂമിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ എല്ലാവിധ സ്പോർട്സുകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അവർ ഗൈഡ് ചെയ്ത് അവർ തന്നെ കയറ്റി വിടുകയാണ്. ഒരാളാണ് ഇൻസ്ട്രക്ടർ കൂടെ കാണും, പേടിക്കാനൊന്നുമില്ല. ആ പയ്യനാണ് മറ്റേ അതിൻ്റെ കൂടെ ഉണ്ട്. എല്ലാവിധത്തിലുമുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ് ഈ എല്ലാ സ്പോർട്സുകളും. വാട്ടർ സ്പോർട്സ് ഇഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും, അത് വിദേശികളായാലും ശരി സ്വദേശികളായാലും ശരി, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടുത്തെ ടൂറിസത്തിന് ബീച്ച് ഒഴിവാക്കിക്കൊണ്ട് ഒരു ടൂറിസം ഇല്ല ഇവിടെ എന്ന് തന്നെ പറയാം. ടൂറിസത്തിൽ ഒരു 75% ബീച്ചിനെ ആശ്രയിച്ചുകൊണ്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള ആക്ടിവിറ്റീസുകളെല്ലാമാണ്. ഓരോ ബീച്ചിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സംഗതി ഞാൻ ഈ ഏരിയയിൽ കണ്ടത് കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളാണ്. ഒരുപാട് കണ്ടു. നോർത്ത് ഇന്ത്യൻ്റെ കണ്ടു, അതിനിടയിൽ ഒരു സൗത്ത് ഇന്ത്യൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെയുള്ള ഹോട്ടലുകൾ ഞാൻ കണ്ടെങ്കിലും അതിലേക്ക് ഞാൻ കയറിയില്ല. കാരണം
ഇതൊക്കെ കഴിക്കണ നാട്ടിൽ ഇത്ര നാളും കഴിച്ചില്ല, അവിടെ നിന്ന് കഴിക്കാമെന്നല്ലോ, അത് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എപ്പോഴും ഇവിടുത്തെ ലോക്കൽ നമ്മുടെ രാജ്യത്ത് എന്ത് കഴിഞ്ഞാൽ ലോക്കൽ ഫുഡിനെ ഒന്ന് ടേസ്റ്റ് വിവരം അറിഞ്ഞിരിക്കണം. അതെന്താണെന്നുള്ള വിവരങ്ങളും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള വിവരങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കഥകൾ രചിച്ചു വച്ചിരിക്കുന്ന അമ്പലങ്ങളുടെ ആണ് ഒരുപാട് ഇവിടെ കാണാനുള്ളത്. നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള എൻട്രി ടിക്കറ്റാണ് ഞാൻ കാണിക്കുന്നത്. 20,000 രൂപയാണ്. പേടിക്കണ്ട, 100 രൂപയുടെ താഴെയോ. ഇത് ഇവിടുത്തെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റുകളൊക്കെ കുറേ ഉണ്ട് ഇവിടെ, കുറേയൊക്കെ സജീവമാണ്. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാലിയിലെ ടൂറിസം പ്രധാനപ്പെട്ടതും ഈ ബീച്ചിനോടൊക്കെ അനുബന്ധിച്ച് കിടക്കുന്നതാണ്. ഇവിടുത്തെ ബീച്ചും സമുദ്രവും വളരെ ശോഭിച്ച് കിടക്കുന്നതല്ല. കുട്ടികൾക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം കളിക്കാവുന്ന രീതിയിൽ തന്നെയാണ്, അല്ല ആഘോഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ബീച്ചെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കരിക്ക് നമ്മുടെ നാടനിലെ ശോഷിച്ച കരിക്കല്ല, ഇത് നല്ല മിടുക്കൻ കരിക്കുകൾ. അദ്ദേഹം വലിയ ജോലിയിലാണ്. കടപ്പുറത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൂട്ടിയിടുക. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കാറുണ്ട്, നിസ്സാര കാര്യമൊന്നുമല്ല. ഹായ്, നമുക്ക് എവിടെയും എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എല്ലാ എപ്പിസോഡിലും ബാലിയെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു കടപ്പുറം പോലെ ഒന്നും അല്ല ഇവിടെ. വളരെ വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഓരോ സ്ഥാപനത്തിൻ്റെയും മുൻവശം രാവിലെ അവരവർ തന്നെയാണ് വൃത്തിയാക്കുന്നത്. അതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അവരവരുടെ സ്ഥലങ്ങൾ അവരവരങ്ങ് വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ആരെയും കാത്തിരിക്കണ്ടല്ലോ. ഇന്നാൾ വന്ന് ശരിയാക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് വന്ന് ശരിയാക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വന്ന് ശരിയാക്കും എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരുന്നില്ല. പാന്തായി പാണ്ഡവ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അതിനുശേഷം ഞങ്ങൾ പോയത് ഇന്തോനേഷ്യൻ ഭാഷയിൽ യുഗാൻ സാൻ അല്ലെങ്കിൽ വെളുത്ത അരയന്നം എന്ന പേരുള്ള ഒരു പ്രസിദ്ധമായ ബീച്ചിലേക്കായിരുന്നു. പ്രത്യേകത എല്ലായിടത്തും എൻട്രൻസ് ഫീസ് ഉണ്ട്. ചുണ്ണാമ്പ് കല്ലിൽ തീർത്ത റോഡുകളും തൂവെള്ള നിറമുള്ള മണലുകളും കടലിന് പച്ച നിറമുള്ള ബീച്ച് ഇതാ നമുക്ക് കാണാം. ഇവിടെ 25,000 രൂപ കൊടുത്തു കയറുന്നതിന് വേണ്ടി. പേടിക്കണ്ട, 110 രൂപയോളം ആവും, അത്രയേ ഉള്ളൂ. ഏതൊരു സ്ഥലത്ത് എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഫീസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലീനായിട്ടും ഇത്രയും വൃത്തിയായിട്ടും എല്ലാം സൂക്ഷിക്കണമെങ്കിൽ അവർക്ക് ചിലവില്ലേ. അതിനു വേണ്ടിയുള്ള കളക്ഷനാണെന്ന് നമുക്ക് സങ്കല്പിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്യാൻ ആൾക്കാർ കാണും. പക്ഷെ അതുപോലെ ആ പണം അതിനുവേണ്ടി തന്നെ ഉപയോഗിച്ച് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം. നാട്ടുകാർക്കും ഉപഭോക്താക്കൾക്ക് അതിൻ്റെ കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മറ്റൊരു ബീച്ച്, നമ്മളിന്ന് സന്ദർശിക്കുന്ന 3ാമത്തെ ബീച്ചാണിത്. ഈ 3 സ്ഥലത്ത് 3 പ്രത്യേകത ഞാൻ കണ്ടു. ഇവിടുത്തെ വെള്ളത്തിൻ്റെ നിറം കണ്ടോ? ഇതാണ് കൂടുതൽ ആകർഷകമായിട്ട് തോന്നിയത്. ഗൈഡ് പറഞ്ഞതും അത് തന്നെ. ബ്ലൂ അല്ല, ഒരു ഗ്രീനുമായിട്ട് മിക്സ് ചെയ്തൊരു കളർ. എത്ര തെളിഞ്ഞ വെള്ളം അല്ലേ. എനിക്ക് ആ കുഞ്ഞിൻ്റെ കളി കണ്ടിട്ടാണ്. ആ കൊച്ചു ഷവലും കൂടെ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ട്, എൻ്റെ അമ്മ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവർക്ക് ഇതിനും തമാശയായിട്ട് തോന്നിട്ടൊക്കെ. കുടുംബത്തോടൊപ്പം വന്ന് കടൽ തീരത്ത് ടൈം പാസ് ചെയ്യുന്നവർ ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കുക, അത് മാത്രമാണ് ഇവിടെ വരുന്ന സഞ്ചാരികളുടെയും വിനോദ സഞ്ചാരികളുടെയും എല്ലാം ഒരേ ഒരു ലക്ഷ്യം. ജീവിതത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്നൊരു അയവ്. ബീച്ചുകളിൽ വന്ന് കുടുംബസമേതം കുറച്ച് സമയം ചിലവാക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി, അത് എത്രത്തോളം നമുക്ക് നാട്ടിലും കിട്ടാവുന്നതേ ഉള്ളൂ, കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവിടുന്ന് കിട്ടുന്നതും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും തമ്മിൽ, ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളും തമ്മിൽ, ആരെന്ത് ചെയ്യുന്നെന്നോ, ആരെങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നെന്നോ, ഏത് രീതിയിൽ ആഘോഷിക്കുന്നെന്നോ ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ചിന്തിക്കത്തുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും
സമൂഹത്തിൻ്റെ കണ്ണുകളെല്ലാം ആ വ്യക്തിയിലേക്കായിരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ചിന്താഗതി ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. നമുക്കെന്ത് കാര്യം മറ്റവരുടെ കാര്യത്തിൽ ഇടപെടാൻ? അവനവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരവർ ജീവിച്ചു അവരുടെ ജീവിതം തീർക്കട്ടെ. മറ്റുള്ളവർ ആ കാര്യത്തിലേക്ക് ഒളി കണ്ടിട്ട് നടക്കുന്നതിന് നിങ്ങൾ ചെയ്തു പോകും, നിങ്ങൾ ഇഷ്ടാനുസരണം. മറ്റുള്ളവർ വന്ന് നിങ്ങൾ ദ്രോഹം ചെയ്യുകയൊന്നുമില്ല. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴത്തേക്ക് പറയും നമ്മുടെ കൾച്ചർ ഒന്ന് വേറെ, അവരുടെ കൾച്ചർ ഒന്ന് വേറെ. അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മുടെ മനസ്ഥിതി ഒന്ന് വേറെ, അവരുടെ മനസ്ഥിതി ഒന്ന് വേറെ. ഇങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 50 രൂപയുടെ കപ്പലണ്ടി മേടിച്ച് വറുത്തുകൊണ്ട് അതുമായിട്ട് ബീച്ചിലിട്ട് പോയാൽ മതി. 2 മണിക്കൂർ അങ്ങനെ ചിലവാക്കും. ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അല്ല 3 കുട്ടികളും അവരുടെ കുട്ടികളുമായിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് പിടിമുറുക്കത്തിൽ നിന്നും, ജീവിതത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്നും, ഡെയിലിയുള്ള ജീവിതത്തിൻ്റെ ഓരോരോ കഷ്ടപ്പാടുകളിൽ നിന്നും ആഴ്ചയിൽ ഒരു ദിവസം മതി. ഒരു ദിവസം മതി. 7 ദിവസം അതുപോലെ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വട്ട് പിടിച്ചങ്ങനെ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി, ഉന്മേഷത്തിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് പോരുക. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ.